ഒരുപാട് നേരത്തെ ചർച്ചകൾക്കൊടുവിലാണ് എൻ്റെ സ്ഥിരം കസ്റ്റമറായിട്ടുള്ള ടീന ഈ ഒരു കേക്കിലേക്ക് എത്തിപ്പെട്ടത്. നമുക്ക് തന്നിരിക്കുന്നത് റെഫറൻസ് പിക്കിൽ ഇതുപോലെ കുട്ടി കുട്ടി ഡോൾസ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നേ. അപ്പോൾ കണ്ടപ്പോഴും ഞാൻ വിചാരിച്ചു, ഓ ഇത് ഭയങ്കര സിമ്പിളാണല്ലോ, നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാമല്ലോ എന്ന്. പക്ഷേ ചെയ്തു വന്നപ്പോഴാണ് ബുദ്ധിമുട്ട് മനസ്സിലായത്. കാരണം ആ ഒരു കളറ്, ബ്രൗൺ കളറ് കറക്റ്റായിട്ട് എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. നമുക്ക് തന്ന പിക്ചറിലുണ്ടായിരുന്ന ഒരു കളറിലേക്ക്, അതായത് ഇതുപോലെ ഒന്ന് എത്തിക്കാനായിട്ട് പല കളറ് മിക്സ് ചെയ്ത് കൈയുടെ കോലം കെട്ടുപോയി. പൊതുവേ ഫോണ്ടൻ്റ് വർക്ക് എടുക്കുമ്പോൾ ശരിക്കും എനിക്ക് പേടിയാണ് കേട്ടോ. കാരണം ഞാൻ അത്ര ആർട്ടിസ്റ്റൊന്നുമല്ല. ഫോണ്ടൻ്റ് വർക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം കല ആവശ്യമുള്ള ഒരു കാര്യമാണ്. നമുക്ക് തരുന്ന പിക്ചറിലുള്ള ഡോൾസൊക്കെ അതുപോലെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കത് പ്രത്യേകിച്ചൊരു കഴിവ് വേണം എന്നാണ് എൻ്റെ ഒരു ധാരണ. ഇവിടെ ഞാൻ തന്ന റെഫറൻസ് പിക്ചറിലുള്ളതുപോലെ ആ കുട്ടി കുട്ടി ഡോൾസ് മാക്സിമം അതുപോലെ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമുക്ക് ഇതിനകത്ത് ചെയ്യാനുണ്ടായിരുന്നത് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആയിരുന്നു കേട്ടോ. ആ ഫ്ലവേഴ്സ് ഭയങ്കര സിമ്പിളായിരുന്നു ചെയ്യാൻ. പക്ഷേ നമുക്ക് ആ റെഫറൻസ് പിക്കിൽ ഉണ്ടായിരുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് പേസ്റ്റൽ ഷെയ്ഡ്സ് ആയിരുന്നു. ആ പേസ്റ്റൽ ഷെയ്ഡ്സിലേക്ക് നമുക്കിതിനെ എത്തിക്കുക എന്ന് പറഞ്ഞത് അതും കുറച്ച് ടാസ്ക് ആയിരുന്നു. കാരണം ഒരു ഡ്രോപ്പ് തികച്ചും വേണ്ട നമുക്ക് ആ കളറിലേക്ക് കേക്കിൽ കൊടുക്കാനായിട്ട്. അപ്പോൾ ശരിയായിട്ട് അതിൻ്റെ ഷെയ്ഡ് കൊണ്ടെത്തിക്കാനും കുറച്ച് പാടുപെട്ടു. എന്നാലും കുഴപ്പമില്ല, നമ്മളല്ലേ മക്കൾ, അതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആയിരുന്നു കേട്ടോ അതിൻ്റെ ചുറ്റും ഉണ്ടായിരുന്നത്. നമ്മുടെ ഫോണിൽ നോക്കി ചെയ്യാൻ, വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് നമുക്ക് ഫോണിൽ നോക്കി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, തന്നിരിക്കുന്ന റെഫറൻസ് പിക്ചറിലുള്ള അതേ ഫ്ലവേഴ്സ് ആദ്യം ഞാനൊരു പേപ്പറിലേക്ക് വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കറക്റ്റ് കളേഴ്സും കൂടെ അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ പേപ്പർ നോക്കിയിട്ടാണ് നമ്മൾ ഈ വര വരയ്ക്കുന്നത്. ഇപ്പോൾ വരയ്ക്കുമ്പോൾ ഇത് നോർമൽ നമുക്ക് നോസിൽ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവേഴ്സ് ആയിരുന്നില്ല നമ്മുടെ റെഫറൻസ് പിക്കിൽ ഉണ്ടായിരുന്നത്. അത് കൈകൊണ്ട് തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാനും ഒരു നോസിലും ഉപയോഗിക്കാതെ നമ്മുടെ പൈപ്പിംഗ് ബാഗിന് ജസ്റ്റ് ഒരു കട്ട് മാത്രം കൊടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. പൊതുവേ കസ്റ്റമൈസ്ഡ് കേക്ക് വരുമ്പോൾ കുറച്ച് ടെൻഷൻ കൂടുതലാണ്. കാരണം നമുക്ക് കസ്റ്റമർ തരുന്ന പിക്ചർ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതേപോലെ അവരുടെ കേക്കിൽ വേണമെന്നായിരിക്കും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ ചെയ്തു വരുമ്പോൾ അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് നമുക്ക് ആ കേക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പലപ്പോഴും എനിക്ക് ഒരു ടെൻഷനാണ്. അപ്പോൾ ഇതാ നമ്മളുടെ വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആവുകയാണ് കേട്ടോ. ലാസ്റ്റ് നമ്മൾ ആ ഡോളിൽ കണ്ണും മൂക്കും ഒക്കെ വരച്ച് കൊടുക്കുകയാണ്. ഇത് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ മോൾക്ക് കണ്ണെഴുതി കൊടുക്കുന്ന പോലെയൊക്കെയാണ് കേട്ടോ തോന്നിയത്. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നി നമ്മൾ കേക്കിലേക്ക് ഈ ഡോൾസ് വെക്കുന്നതിന് മുൻപ് കണ്ണെഴുത്തും പരിപാടിയും ഒക്കെ ചെയ്യണമായിരുന്നു എന്ന്. കാരണം കൈ നന്നായിട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു, ഒരു ബാലൻസ് ഇല്ലാത്തത് കൊണ്ട്. അങ്ങനെ ഇത് നമ്മുടെ കേക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്? വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ. താങ്ക് യു ഫോർ വാച്ചിങ്.